ജെറമ്യ 23:20 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ. അഗ്നി പോലെയുള്ള കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മുമായി പങ്കുവെക്കുന്നത് പ്രശസ്ത വചന പ്രഘോഷകനായ ബ്രദർ സന്തോഷ് കരുമാത്രയാണ്. ശാലോം ടി വിയിലെ മിഷൻ ഫയർ മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്നീ പ്രോഗ്രാമിലൂടെ ശാലോം ടി വി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് സന്തോഷ് ബ്രദർ. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഷെയ്ഖന മിനിസ്ട്രിയുടെ മുഴുവൻ ഉത്തരവാദിത്വം വഹിക്കുന്നത് ബ്രദർ സന്തോഷാണ്. കരങ്ങളടിച്ച് ഏറെ ആദരപൂർവ്വം ഈ വചനവേദിയിലേക്ക് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും പല ദിക്കുകളിലുമായി ഏകദേശം 30 ലക്ഷത്തോളം വരുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ വഴി നിരവധിയായ അനുഗ്രഹങ്ങൾ, നന്മകൾ, അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, മാനസാന്തരങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞ് നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കാം. സക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. മഹാപർവ്വതമേ, നീ എന്താണ്? സെറുബാബേലിന്റെ മുൻപിൽ നീ സമതലമാകും. ഇതൊരു പ്രവചന ദൂതാണ്. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളോട് എന്താണ് പറയുന്നത്? മഹാപർവ്വതമേ, നീ എന്താണ്? നീ സമതലമാകും. സമതലമാകും. നമ്മുടെ ജീവിതത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പർവ്വതങ്ങളുണ്ട്. ഈ മഹാപർവ്വതങ്ങളെ കണ്ട് നമ്മൾ അനേകരെ ഭയചകിതരും അസ്വസ്ഥരുമാണ്. സാമ്പത്തിക തകർച്ചകളുടെ മഹാപർവ്വതം, കടം കയറി നട്ടം തിരിയുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുകയാണ്. ഇത് വലിയൊരു പർവ്വതമാണ്. മാരാരോഗങ്ങള്, തീരാവ്യാധികളുമായി മനസ്സ് മടുത്ത് ജീവിക്കുന്ന പതിനായിരങ്ങളെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ കാണുന്നു. ഇതും വലിയൊരു പർവ്വതമാണ്. ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, എൻ്റെ ജീവിതം അവസാനിച്ചല്ലോ, ഈ ക്യാൻസർ, ഈ ട്യൂമർ, ഈ ലിവർ സിറോസിസ് എനിക്ക് പിടിപ്പെട്ടല്ലോ, കർത്താവേ എൻ്റെ ജീവിതം കഴിഞ്ഞല്ലോ എന്നോർത്ത് നീരി കഴിയുന്ന ആയിരങ്ങള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. വിവിധങ്ങളായ തകർച്ചകൾ മൂലം എന്ത് ചെയ്താലും പുരോഗതിയില്ല. തൊടുന്നത് മുഴുവൻ പരാജയം. പരാജയത്തിന്റെ തകർച്ചയുടെ പർവ്വതം കണ്ട് നിരാശപ്പെടുന്ന ആയിരങ്ങളെ ഈ സമൂഹത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. സഹോദര സഹോദരി, നീ അതിൽ ഒരുവളാണോ? വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല. ഇത് വലിയൊരു പർവ്വത. ഈ പർവ്വതത്തെ കണ്ട് കർത്താവേ ഒരു കുഞ്ഞിനെ തരണമേ, ഒരു കുഞ്ഞിനെ നൽകണമേ, നെടുവീർപ്പോടെ പ്രാർത്ഥിക്കുന്ന അനേകരെ നമ്മുടെ മധ്യയുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ഈ മഹാപർവ്വതം എന്തുമാകട്ടെ, അതിനെ സമതലമാക്കുവാനുള്ള അഭിഷേകം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഹല്ലേലൂയ! നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ഞാൻ നിനക്ക് മുൻപേ പോയി മലകളെ നിരപ്പാക്കും. എത്ര ഉയർന്ന മലയാണെങ്കിലും അത് നിരപ്പാക്കുവാൻ മതിയായവനത്രേ നമ്മുടെ കർത്താവ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 15-ാമത്തെ തിരുവാക്യം, ഞാൻ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിരുപോലെയാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ ആയിരിക്കുന്നിടത്ത്, നിന്റെ വീട്ടിലാകാം,
നിന്റെ സമൂഹത്തിലാകാം, നീ ടെലിവിഷന് മുൻപിലാകാം, ഇന്റർനെറ്റിന് മുൻപിലാകാം. നീ ആയിരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം തുറന്ന് നിന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന ഈ പർവ്വതങ്ങളെ സമതലമാക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കേ. സഹോദര, നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ വിട്ടുകള. കർത്താവ് ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിലൂടെ ഉലാത്താൻ പോവുകയാണ്. നിന്റെ തകർച്ചയിലൂടെ, നിന്റെ ദുഃഖ ദുരിതങ്ങളിലൂടെ കർത്താവ് ഈ സമയം കടന്നു പോകുന്നു. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. യെസ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളായിരിക്കുന്നിടത്ത് കരങ്ങൾ പരസ്പരം കോർത്തു പിടിക്കുക. മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കന്മാരെല്ലാം കരങ്ങൾ കോർത്തു പിടിക്കുക. കുടുംബത്തിലായിരിക്കുന്നവരൊക്കെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. 65-ാം സങ്കീർത്തനം 9-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ നദി നിറഞ്ഞൊഴുകുന്നു, നിറഞ്ഞൊഴുകുന്നു. അനുഗ്രഹത്തിന്റെ നദിയായി, അത്ഭുതങ്ങളുടെ നദിയായി, സൗഖ്യത്തിന്റെ നദിയായി, കൃപയുടെ നദിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ. ഓ സ്പിരിറ്റ്, മൂവ്, മൂവ്. വരിക പരിശുദ്ധാത്മാവേ. എല്ലാവരും സ്വരമുയർത്തിന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ വരണമേ. ശംഖ് പൊട്ടി വിളിക്കേ, പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അനുഗ്രഹ നദിയായി നിറഞ്ഞൊഴുകണമേ. സകല കെട്ടുകളും അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കോർത്ത് പിടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി ആരാധിച്ചോ. കം കം ഹോളി സ്പിരിറ്റ്. അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. പിശാച് അടച്ചു വെച്ച വാതിലുകൾ തുറക്കപ്പെടട്ടെ. പാപ രോഗ ശാപബന്ധനങ്ങൾ നിർവീര്യമാകട്ടെ. കർത്താവേ, കരമുയർത്തി അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. Lord bless, bless, bless Lord. Hallelujah, hallelujah. Amen. എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. കരങ്ങൾ കോർത്ത് പിടിച്ച് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോർത്ത് പിടിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മാവേ വരിക, വരിക. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യരുടെ മേൽ ആവസിച്ചു. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക് അവരെ വിളിക്ക്. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ ഹോളി സ്പിരിറ്റ് നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിച്ച് കെട്ടുകൾ അഴിയട്ടെ. ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാ എടുത്തു മാറ്റി പാടിയേ. പാപവും രോഗവും അശുദ്ധിയല്ല, ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും പ്രാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിറയണമേ, 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 വരിക പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ അനുഗ്രഹത്തിന്റെ നദിയായി ഒഴുകുക. നിറയണമേ, കൃപയുടെ നദിയായി, നിറയണമേ, വചന നദിയായി, പരിശുദ്ധാത്മാവേ ആനന്ദത്തിന്റെ നദിയായി. നിറയണമേ. നിറയണമേ,
കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. Come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come. വരിക പരിശുദ്ധാത്മാവേ. Holy Spirit, Come. ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ച ആത്മാവിനെ Holy Spirit, അഭിഷേകത്തിന്റെ തീ പടരട്ടെ. Come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit. ഒന്ന് സ്വരമുയർത്തി 50 പേര് കേൾക്കുന്ന സ്വരത്തിൽ നിങ്ങളായിരിക്കുന്നിടത്ത് വിളിച്ചു പ്രാർത്ഥിച്ചോ. Holy Spirit, come. Come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit, come. ആത്മാവേ Come Holy Spirit, come. Come Holy Spirit, come. Come Holy Spirit, come. എല്ലാവരും come, come Holy Spirit, come, come Holy Spirit, come, come Holy Spirit. വരിക വരിക പരിശുദ്ധാത്മാവേ. Come Holy Spirit, ജീവനദിയായി വചനനദിയായി കൃപാനദിയായി ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ അഭിഷേകം ചെയ്യുന്ന, ജീവന്റെ സമൃദ്ധിയാൽ നമ്മെ പൂരിതമാക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്വരമുയർത്തി സ്തുതിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കരം നീട്ടണമേ, സകല കെട്ടുകളെയും പൊട്ടിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ തലമുറകൾ അഭിഷേചിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Come, come Holy Spirit, move, move. ദേശാന്തരങ്ങളിൽ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ കർത്താവിന്റെ വചനത്തിന്റെ തീ പടരട്ടെ. Gloria, Gloria, Gloria. നിലവിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ കണ്ണീര് കണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ. Bless, bless, bless. ഇതാ ചില കെട്ടുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു, ചില രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, ചില തകർച്ചകൾ ഇതാ വിട്ടുമാറുന്നു. വിശ്വാസത്തോട് ഒരിക്കൽ കൂടെ കരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ജീസസ്, വരിക 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 കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് പകർന്ന അഭിഷേകത്തിനായി കർത്താവെ, അങ്ങ് നൽകിയ സാന്നിധ്യത്തിനായി, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. പ്രശ്നങ്ങളിലേക്ക് നോക്കി നിരാശിതരാകാതെ കർത്താവിന്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് അവിടുത്തെ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ച് ഈ വരികളൊന്നു പാടി നാം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ പോവുകയാണ്. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ പകർച്ചയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തേജസ്സേയും നിന്റെ സാന്നിധ്യം നിൻമുഖം ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിനാ കർത്താവേ, അവിടുത്തെ തേജസ്സിനാൽ ഞങ്ങൾ പ്രകാശിതരാകട്ടെ. ഹൃദയം തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞേ. ഓ ജീസസ്, കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. തേജസ്സേയും We worship Lord. We നിൻമുഖം worship Jesus. ഇരു കരങ്ങളും ഒരിക്കൽ കൂടെ യാചനാപുരം തുറന്നു പിടിച്ച് പ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ,
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. വിശ്വാസത്തിൻ്റെ ഉറപ്പ് എന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവാക്യം, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. എന്തിനാണ് ഈ വചന ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്? നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിശോധിക്കുവാനാണ്. വിശ്വാസ യാത്രയിൽ നമ്മൾ എവിടം വരെ എത്തി? ഞാൻ എന്തുമാത്രം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്നിട്ടുണ്ട്? അനുദിനം വിശ്വാസത്തിൽ എന്തുമാത്രം എനിക്ക് വളരുവാൻ കഴിയുന്നുണ്ട്? ഇത് പരിശോധിക്കുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ നമുക്കായി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് പരിശോധനകളുടെ ഒരു കാലഘട്ടം അല്ലേ? എന്തൊക്കെ പരിശോധനകളാ! ഷുഗർ പരിശോധിക്കുന്നു, പ്രഷർ പരിശോധിക്കുന്നു, കൊളസ്ട്രോൾ പരിശോധിക്കുന്നു. ഒരു ചെറിയ അസുഖവുമായി ഡോക്ടേഴ്സിനടുത്ത് ചെന്നാൽ എന്തൊക്കെ ടെസ്റ്റുകളാണ്! പരിശോധനകളുടെ കാലഘട്ടമാണിത്. ഷുഗറുള്ളവർ ഷുഗർ പരിശോധിക്കണം, പ്രഷറുള്ളവർ പ്രഷറും പരിശോധിക്കണം. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വിശ്വാസം പരിശോധിക്കാൻ നമ്മൾ ആരും മറന്നു പോകരുത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് വിശ്വാസം പരിശോധിക്കാറുണ്ട്? ഷുഗർ ആഴ്ചയിൽ ഒന്നെങ്കിലും പരിശോധിക്കാറുണ്ടല്ലോ? ഉണ്ടല്ലോ അങ്കിളെ, ഉണ്ടെന്നേ. വിശ്വാസം പരിശോധിക്കാറുണ്ടോ? പ്രഷർ മാസത്തിൽ ഒരിക്കൽ ഉറപ്പാ, കൃത്യം പരിശോധിക്കാറുണ്ട്. 3 മാസം കൂടുമ്പോൾ കൊളസ്ട്രോളും പരിശോധിക്കുന്നുണ്ട്. വിശ്വാസം പരിശോധിക്കുന്നുണ്ടോ? അത് ശരി. എത്ര പേര് വിശ്വാസം പരിശോധിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് അത് വെറും ഒരു ആവേശം മാത്രമല്ല, അത് വെറും ഒരു അനുഭൂതി മാത്രമല്ല, ആഴത്തിലുള്ള നിലനിൽപ്പാണ്. അത് ആഴത്തിലുള്ള ഒരു നിലനിൽപ്പാണ്. സങ്കീർത്തകനായ ദാവീദ് പറയുന്നുണ്ട്, 23-ാം സങ്കീർത്തനം അവിടെ 4-ാം തിരുവാക്യം, മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിന് നിഴൽ വീണ ഈ താഴ്വരയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട്. ഈ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരിൽ എന്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നാം വിശ്വാസത്തിൽ വളരുമ്പോൾ ദൈവ പ്രവൃത്തിയെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. നിങ്ങൾ അനേകരെ, ജനലക്ഷങ്ങള് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, വർഷങ്ങളായി ഈ വിഷയത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ, ഈ തകർച്ചയിൽ ഒരു അത്ഭുതം ചെയ്യണമേ, എൻ്റെ കഷ്ടതയിൽ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മ പറയുകയാണ്, വിശ്വാസത്തിൽ വളരുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 4-ാമത്തെ തിരുവാക്യം, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം
27 അധ്യായം 25 വാക്യം. അവിടെ പൗലോസ്ലീഹ ഒരു വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യം നൽകുകയാണ്. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് താൻ യാത്ര ചെയ്യുന്ന കപ്പല് ആകെ ആടി ഉലയുക. ദിവസങ്ങളായി സൂര്യപ്രകാശം കണ്ടിട്ട് ജീവിക്കാമെന്നുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ പ്രതികൂലത്തിന് നടുവിൽ പൗലോസ്ലീഹ ഒരു വലിയ വിശ്വാസ സാക്ഷ്യം നൽകുന്നുണ്ട്. 25-ാമത്തെ വചനത്തിൽ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. തന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ നോക്കി അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ മനസ്സ് കലങ്ങണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, നമുക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. കാരണം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ വിശ്വാസത്തിന്റെ ഉറപ്പിലേക്കാണ് പരിശുദ്ധാത്മാവ് സഹോദരി നിന്നെ വിളിക്കുന്നത്, സഹോദര നിന്നെ വിളിക്കുന്നത്. ജീവിക്കാമെന്നുള്ള പ്രതീക്ഷ പോലെ നഷ്ടപ്പെട്ട് നടുക്കടലിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് പ്രത്യാശയോടെ ആത്മാവിൽ നിറഞ്ഞ് പൗലോസ് പറയാ, എന്നോട് പറഞ്ഞതൊക്കെ എന്റെ കർത്താവ് പ്രവർത്തിക്കും. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. നീ ഉറക്കെ പറഞ്ഞ് ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി വരിക, നിന്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരിക, നിന്റെ ജീവിതത്തിലേക്ക് അഭിഷേകം പ്രവഹിക്കുകയാണ്. ജീസസ്. വാക്ക് പറഞ്ഞ് ചതിക്കുന്നവനല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ്. അപ്പോസ്തലന് ബോധ്യം ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞതൊക്കെ അതുപോലെ സംഭവിക്കും. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിനെ ഉണർത്തുവാൻ പരിശുദ്ധാത്മ ഉപയോഗിച്ചൊരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് വലിയ കാര്യങ്ങൾ ഇംഗ്ലണ്ടിൽ സംഭവിച്ചു. ഒരു ദിവസം രാത്രിയിൽ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മൈ സൺ, എൻ്റെ മകനെ, ഞാൻ നിന്നെ ഇംഗ്ലണ്ടിൽ ഉപയോഗിച്ചതുപോലെ അയർലൻഡിലും എനിക്കായി ഉപയോഗിക്കാൻ പോവുകയാണ്. നീ അയർലൻഡിലോട്ട് പോവുക. കർത്താവിന്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തോട് യെസ് പറഞ്ഞ് ഈ മിഷണറി അയർലൻഡിലോട്ട് കപ്പൽ കയറുകയാണ്. അന്നിന്നതുപോലെ വിമാനമാർഗമൊന്നുമില്ല. ഈ കപ്പലിൽ കയറി അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ അനൗൺസ് ചെയ്തു, നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ അടിത്തട്ടിൽ ഒരു വലിയ ഹോൾ, ദ്വാരമുണ്ടായിരിക്കുന്നു. ഏത് നിമിഷത്തും ഈ കപ്പൽ മുങ്ങിപ്പോകാം. ഈ വാർത്ത കേട്ട ഉടനെ ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന അനേക യാത്രക്കാരെ അസ്വസ്ഥരാകാൻ തുടങ്ങി. അവര് നിലവിളിക്കാൻ തുടങ്ങി, ദൈവമേ, ഞങ്ങളുടെ ജീവിതം അവസാനിച്ചല്ലെന്നോർത്ത് അവർ പരിഭ്രാന്തരായി. എന്നാൽ ഇതിന്റെ നടുവിൽ ആകുലപ്പെടാതെ, മനസ്സ് കലങ്ങാതെ, ഭയചകിതനാകാതെ കർത്താവിന്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് ഈ മിഷണറിയാണ്. അദ്ദേഹം ആ കപ്പലിന്റെ അടിത്തട്ടിൽ മുട്ടുകുത്തിയിട്ട് സ്വർഗത്തിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തി. അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഈ കപ്പലിൽ കയറിയിരിക്കുന്നത്. നീ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ അയർലൻഡിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ അറിയുന്നു ഈ കപ്പലിന്റെ അടിത്തട്ടിൽ വലിയ ദ്വാരമുണ്ടായിരിക്കുന്നുവെന്ന്. എന്നാൽ കർത്താവേ, അടിത്തട്ട് പൊളിഞ്ഞിരിക്കുന്ന ഈ കപ്പലിനെ സുരക്ഷിതമായി അയർലൻഡിൽ എത്തിക്കുവാൻ നീ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊരു ഉറപ്പാ! നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഉദാശകൾ സ്വീകരിക്കുന്നവരാണ്, ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ്. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രശ്നങ്ങളെ 4 ദിക്കിൽ നിന്നും നിന്നെ വട്ടമിട്ട് കറക്കുമ്പോൾ അതിന്റെ നടുവിൽ നിനക്ക് പറയാൻ പറ്റുമോ, എന്റെ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കും? അത് പറയാൻ കഴിയുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറയട്ടെ. ഈ മിഷണറി പറഞ്ഞു, എന്റെ കർത്താവ് സർവശക്തനാ. ഇദ്ദേഹം ഇത് പ്രാർത്ഥിച്ച നിമിഷത്തില് കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം ആ കടലിൽ ഒഴുകി നടക്കുന്ന ഒരു കടൽ പന്നിയുടെ മേൽ വന്നു. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിനെ തന്റെ തീരുമാനം നടപ്പാക്കുവാൻ ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം.
അവിടെ സയൻസിന്റെ സപ്പോർട്ട് കർത്താവിന് വേണ്ട, ഗവൺമെന്റിന്റെ സബ്സിഡിയും കർത്താവിന് വേണ്ട, കാലാവസ്ഥ പ്രതികൂലമാണ് അനുകൂലമാണ് ഇതൊന്നും കർത്താവിന് വിഷയമല്ലാന്ന്. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. എൽ ഷദായ്, ഓൾമൈറ്റി ഗോഡ്. കർത്താവിന്റെ കരം ഈ കടൽപ്പന്നിയുടെ മേൽ വന്നു. ഏലിയായെ പരിപാലിക്കുവാൻ ദൈവം കാക്കകളെ ഉപയോഗിച്ചു. യോന പ്രവാചകനെ മര്യാദ പഠിപ്പിക്കുവാൻ ദൈവം പുഴുവിനെ ഉപയോഗിച്ചു. പണക്കൊതിയനായ ബാലാമിന്റെ ഭ്രാന്തിന് അറുതി വരുത്തുവാൻ കർത്താവ് ഒരു കഴുതി ഉപയോഗിച്ചു. ദൈവത്തിന് തന്റെ ഉദ്ദേശ നിർവഹണത്തിനായി ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരൻ, നീ എന്തിനെ വിഷമിച്ചിരിക്കണേ? ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ, ഒന്ന് സന്തോഷത്തോടെ ഇരുന്നേ. സഹോദരി, നീ ഇങ്ങനെ മനസ്സ് കൊടുത്തിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? കർത്താവ് നിന്റെ കൂടെയുണ്ട്. തിരിച്ചറിയ, അതാ വിശ്വാസം, അതാണ് വിശ്വാസം. ഈ മിഷണറി പ്രാർത്ഥിച്ച വശം ഈ കടൽപ്പന്നി എന്ത് ചെയ്തു എന്നറിയോ? ഈ കപ്പലിനെ ലക്ഷ്യമാക്കി അത് നീന്താൻ തുടങ്ങി. അടിത്തട്ട് പൊളിഞ്ഞിരിക്കുന്ന ഈ കപ്പലിന്റെ ആ ഹോളിലേക്ക്, ദ്വാരത്തിലേക്ക് അത് തന്റെ തലയങ്ങിട്ടു. അത്ഭുതകരമായി ആ കടൽപ്പന്നിയുടെ തല ഉപയോഗിച്ച് ആ കപ്പലിന്റെ ദ്വാരം കർത്താവ് അടച്ചു കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പന്നിയുടെ തല ഉപയോഗിച്ച് സുരക്ഷിതമായി ഈ കപ്പലിനെ കർത്താവ് അയർലൻഡിൽ എത്തിച്ചു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. സഹോദരൻ, നീ വിശ്വസിക്കാൻ തയ്യാറാണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു യുക്തിപരമായ ഒരു വിശ്വാസമല്ല. ഹൃദയം പൂർണ്ണമായും കർത്താവിൽ ഉറപ്പിച്ച്, സാഹചര്യങ്ങളൊന്നും എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ വിഷയമല്ല, ഈ ഒരു തിരിച്ചറിവോടെ നീ ദൈവത്തെ ആശ്രയിച്ചാൽ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറികൾ കൊണ്ട് നിന്റെ ജീവിതത്തെ കർത്താവ് നിറയ്ക്കും. അല്ലെങ്കിൽ ഈ വചനം മാറ്റി എഴുതണം. യേശു പറഞ്ഞ ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ല. രണ്ടാമത്, വിശ്വസിക്കുന്നവരിൽ ആത്മാവിന്റെ ആനന്ദം നിറയുന്നു. ഇത് നമുക്കൊക്കെ എന്താ ആവശ്യം? നമ്മൾ ഇന്നിനെ സീരിയൽ കാണണേ? അത് ശരി, ഒരു സന്തോഷം കിട്ടാനാ. നമ്മൾ ഇന്നിനെ കോമഡി ഷോ കാണണേ? ഇതുകൊണ്ടൊക്കെ വലുത് കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. യഥാർത്ഥ ആനന്ദം തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. അപ്പോസ്തല പ്രവർത്തനം 16:34 ഇതാണ് വചനം പറയുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബവും അത്യന്തം ആനന്ദിച്ചു. എന്താണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം? ഫിലിപ്പി കാരാഗ്രഹമാണ്. പൗലോസും ശീലാസും ആ കാരാഗ്രഹത്തിലുള്ളറയിൽ കിടന്നവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഈ സമയത്ത് കർത്താവിന്റെ അത്ഭുത ശക്തി ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അവരെ ബന്ധിച്ച ചങ്ങലകൾ അഴിഞ്ഞു വീണു. വലിയ ഭൂകമ്പം ഉണ്ടായി. ഞാൻ പറയട്ടെ, ഭൂകമ്പത്തിന്റെ രൂപത്തിലും കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വരും. ചില തകർച്ചയുടെ രൂപത്തിൽ ആര് വരും? കർത്താവ് വരും. ക്യാൻസറിന്റെ രൂപത്തിൽ ആര് വരും? കർത്താവ് വരും. അത് നീ തളർന്നു പോകാനല്ല, അതിലൂടെ നിന്നെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ, നിന്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ. ഇവിടെ ഭൂകമ്പത്തിന്റെ രൂപത്തിലാണ് കർത്താവ് ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നത്. സകല കെട്ടും പൊട്ടി. തടവുകാരൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് കാരാഗ്രഹ പ്രമാണി വാളെടുത്ത് സ്വയം കുത്തി മരിക്കാൻ പോ, ആത്മഹത്യക്ക് ഒരുങ്ങുക. പൗലോസ്ലീഹ പറഞ്ഞു, സാഹസം കാണിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവന് മനസ്സിലായി, ഇവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗമാണ് യഥാർത്ഥ മാർഗം. ക്രിസ്തു മാർഗമാണ് യഥാർത്ഥ രക്ഷയിലേക്കുള്ള മാർഗം. അവൻ ചോദിച്ചു, സഹോദരന്മാരെ, യജമാന്മാരെ, രക്ഷപ്പെടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ അവന്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു. 34-ാം വചനം പറയാ, അവർ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ അവനും കുടുംബവും അത്യന്തം ആനന്ദിച്ചു. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മ പ്രകാശിപ്പിച്ചു. അന്ന് രാത്രിയിൽ കൂട്ട നിലവിളി ഉയരേണ്ട ഭവനമായിരുന്നത് ഒരു മരണവീടായി മാറേണ്ട ഭവനം. എന്നാൽ ആ ഭവനത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നപ്പോൾ
ഇന്ന് നമ്മുടെ അനേകം കുടുംബങ്ങളുടെ അവസ്ഥ അതാ. മരണതുല്യമായി ജീവിക്കുന്ന അനേകം കുടുംബങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ, പ്രത്യാശയില്ലാത്ത അവസ്ഥ. ഒന്ന് ഉള്ളു തുറന്ന് ചിരിച്ചിട്ട്, എൻ്റെ പൊന്നു സഹോദരി, എത്ര നാളായി നീ, എത്ര നാളായി, എത്ര നാളായി, എത്ര നാളായി, ശരിക്കും ആത്മാർത്ഥമായി ചിരിച്ചിട്ട് എത്ര നാളായി? നോക്കി പേടിപ്പിക്കുക. ശരി, എത്ര നാളായി ഇതൊക്കെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ചുമ വെച്ചുകെട്ടി കഥയല്ലാന്നേ. വിശ്വസിക്കുന്നവരിലേക്ക് ആത്മാവിന്റെ ആനന്ദം കടന്നു വരുന്നു. ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ജോയ്, ജോയ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എന്താ ആവശ്യം? ആത്മാവിന്റെ ആനന്ദം. നമ്മുടെ ദമ്പതിമാർക്ക് ഇന്ന് എന്താ ആവശ്യം? ആത്മാവിന്റെ ആനന്ദം. നമ്മുടെ സമർപ്പിതർക്ക് ഇന്ന് എന്താ ആവശ്യം? ആത്മാവിന്റെ ആനന്ദം. ഇന്ന് ഈ സന്തോഷത്തിന് വേണ്ടി കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന് വെറിക്കൂത്തിന്റെ പുറകെ ആധുനിക മനുഷ്യൻ പരക്കം പായുകയാണ്. എന്നിട്ട് സന്തോഷം കിട്ടുന്നുണ്ടോ? അത് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ പറ്റൂ. ഞാൻ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ആലപ്പുഴ പട്ടണത്തിൽ ഒരു ബൈബിൾ കൺവെൻഷനായി കടന്നു ചെന്നു. കൺവെൻഷന്റെ 4ാമത്തെ ദിവസം ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്ത് നിന്ന് ഒരു സഹോദരി വന്നിരിക്കുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞ് അവൾ എന്നെ കാണാൻ നിന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞു, സഹോദര, ഒരു വലിയ സന്തോഷ വർത്തമാനം പങ്കുവെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്? ആ സഹോദരി എന്നോട് പറഞ്ഞു, 14 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് കുടുംബജീവിതത്തിന്റെ ആനന്ദം ഇതുവരെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഈ സഹോദരിയുടെ മാത്രം അനുഭവമല്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലെ വേദനിക്കുന്ന 10,000 സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്. കുടുംബജീവിതത്തിന് അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ കുടുംബം അവതാളമായി പോകുന്ന അനേകം കുടുംബങ്ങള്. ഈ ശുശ്രൂഷയിലൂടെ നീ വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിലേക്ക് കർത്താവിന്റെ തീ ഇറങ്ങി വരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എങ്കിൽ ഹൃദയം തുറന്ന് നീ കർത്താവിനെ വിളിക്കേ. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, കാരണം എൻ്റെ ഭർത്താവ് ഒരു വലിയ സംശയ രോഗിയാണ്. എനിക്ക് ആരുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ അന്ന് വീട്ടിൽ വന്ന ഇടിയും ബഹളവുമാണ്. എനിക്ക് ജീവിതം മടുത്തു. എന്തിനായി ജീവിതം? അവൾ തീരുമാനിച്ചു, ഇതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. അവൾ വിഷമൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിരിക്കുക. അന്ന് രാത്രി ഭർത്താവിന് മക്കൾക്ക് അത്താഴം കൊടുത്തു. അവർ അത്താഴം കഴിച്ച് ഉറങ്ങാൻ പോയി. അവരുറങ്ങിയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിഷക്കുപ്പി അവൾ തുറന്നു. അവൾ കഴിക്കാൻ ഒരുങ്ങുമ്പോൾ അവളുടെ അകത്ത് ആരോ ശക്തമായി പറയുകയാണ്, നീ എന്തായാലും മരിക്കാൻ പോവല്ലേ, മരിക്കണേക്കാൾ മുൻപ് നീ ശാലോം കണ്ടു മരിക്കേ, നീ ശാലോം കണ്ടു മരിക്കേ. അവൾ ചിന്തിച്ചു, ശാലോം കാണാനോ? മരിക്കാൻ പോണ ആളെന്തിനെ ശാലോം കാണണേ? അവൾ ആ ചിന്തയെ നെഗ്ലക്ട് ചെയ്തു, അവഗണിച്ചു. വീണ്ടും ശക്തമായി ആരോ പറയാ, നീ ശാലോം കാണ്, നീ ശാലോം ടെലിവിഷൻ ഓൺ ചെയ്യേ. അവസാന ആ ശബ്ദത്തിന് മുമ്പിൽ അവൾ കീഴ്പ്പെട്ടു. അത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. അങ്ങനെ ചില ശബ്ദങ്ങൾ കേട്ടതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഈ ടെലിവിഷന്റെ മുൻപിൽ ഇരുന്ന് ജാഗ്രതയോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? അത് മറ്റൊന്നുമല്ല. അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ, അന്നത്തെ മെസ്സേജ് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഒരുക്കിയതായിരുന്നു. ഞാൻ ഒരുപാട് തകർന്നവളായിരുന്നു. വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആരാധന ശുശ്രൂഷ നടക്കുകയാണ്. അവൾ അവളുടെ ഭവനത്തിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യത്തിലേക്ക് കരകൾ നീട്ടിപ്പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ വിതുമ്പി വിതുമ്പി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അവൾ കാണുകയാണ്, ഒരു പന്തിന്റെ വലുപ്പത്തിൽ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി ആ സഹോദരിയെ മേൽ വന്ന് അടിക്കുകയാണ്. അവൾ തറയിലേക്ക് മറിഞ്ഞു വീണു. അവളുടെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങി. എന്തെന്നില്ലാത്തൊരു ആനന്ദം. വർഷങ്ങളായി അവളുടെ അകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന ദുഃഖത്തിന്റെ കെട്ട് പൊട്ടി പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നദിയായി അവളിലേക്ക് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ആരാധന ശുശ്രൂഷയ്ക്ക് ശേഷം അവൾ എഴുന്നേറ്റ് നിന്നു.
ഒരു പുതിയ വ്യക്തിത്വമായിട്ട് അവൾ മാറി. അവൾ എന്നോട് പറഞ്ഞു, സഹോദര, വലിയ ആനന്ദമുണ്ട്. എൻ്റെ ഭർത്താവ് ഇപ്പോഴും കടുത്ത സംശയരോഗി തന്നെയാ. എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ സംശയരോഗത്തെ കൃപയായി സ്വീകരിക്കുവാനുള്ള ആത്മനിറവ് എൻ്റെ കർത്താവ് എനിക്ക് നൽകി. എത്ര ജീവിതങ്ങളെയാ ശാലോം ശുശ്രൂഷയിലൂടെ കർത്താവ് സൗഖ്യമാക്കുന്നത്, വിമോചിപ്പിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സഹോദരി ഇത് പറഞ്ഞപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അതേ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരിൽ ആത്മാവിന്റെ ആനന്ദം നിറയുന്നു. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഈ ആനന്ദം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. എത്ര വലിയ കാര്യമായത്! അതുകൊണ്ട് ലോകത്തിന് നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിട്ടുകളഞ്ഞ് ലോകത്തിന്റെ ഇമ്പങ്ങൾ ആസ്വദിക്കാൻ നീ പരക്കം പാഞ്ഞാൽ നീ നാശത്തിന്റെ കുഴിയിലോട്ടാണ് പോകുന്നതെന്ന് ഈ വചനവേദിയിൽ പരിശുദ്ധാത്മാവ് 10,000ങ്ങളോട് വിളിച്ചു പറയുകയാണ്. മൂന്നാമത്, വിശ്വസിക്കുന്നവരിൽ അസാധ്യതകൾ സാധ്യതകളാകുന്നു. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ് വലത് കരം ഉയർത്തി. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വചനം നേടിയെടുത്ത് ഈ വചനത്തിന്റെ അഭിഷേകം ഇതാ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവരിലേക്ക്, ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്നവരിലേക്ക് ആ വചനം തീയായി പടരുകയാണ്. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ 10,000ങ്ങളെ ഈ സമയം കർത്താവ് നിറയ്ക്കുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് മടി വിചാരിക്കേണ്ട, വലതുകരം ഉയർത്തി ഉറപ്പോടെ പറ, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഒരിക്കൽ കൂടെ അഭിഷേകത്തോടെ പറഞ്ഞ, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്തുകൊണ്ടാ വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്? എന്തുകൊണ്ടാ? അതിന്റെ ഉത്തരം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 22-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിനെല്ലാം. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ വചനത്തിൽ കർത്താവ് വീണ്ടും പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും. നിങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പരിശുദ്ധാത്മ നിറഞ്ഞെന്ന് പറഞ്ഞ് പരസ്പരം എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, മക്കളും മാതാപിതാക്കളെ നോക്കി നിങ്ങൾ ആയിരിക്കുന്നിടത്ത് സ്നേഹത്തോടെന്ന് പറഞ്ഞ്, എന്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്. ഇതങ്ങ് അഭിഷേകമായി മാറട്ടെ. എന്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. എന്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ ഒരിക്കൽ കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഇതാ സാധ്യതകളെ സാധ്യതയാക്കുന്ന അഭിഷേകം ജനലക്ഷങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ചില കെട്ടുകൾ ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുക, ചില മുഖങ്ങളെ കർത്താവ് ഈ രാത്രിയിൽ ഒടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നീ എവിടെയായിരുന്നാലും ഹൃദയം തുറന്ന് അത്ഭുതങ്ങൾ രാജാവായ വിശ്വസിക്കുന്നവരിൽ തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ നാമത്തെ വിളിച്ച് ഒരിക്കൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം ആയിരങ്ങളിലേക്ക് ഈ അഭിഷേകം സൗഖ്യമായി, വിടുതലായി, കൃപയായി, ജീവനായി മാറട്ടെ. ഹല്ലേലൂയ. എന്റെ കർത്താവിനെല്ലാം സാധ്യമാണ്. എന്റെ യേശുവിനെല്ലാം സാധ്യമാണ്. ജീസസ്. ഒന്ന് കരമടിച്ച് നിങ്ങള് ഇരുവശങ്ങളിലേക്കും കരങ്ങളടിച്ച് ഒന്ന് ആത്മാവിൽ മൂവ് ചെയ്ത്, യെസ്, കർത്താവിന്റെ വചനം ഏറ്റെടുത്ത് മാറാ രോഗങ്ങളെ നോക്കി, സാമ്പത്തിക തകർച്ചകളെ നോക്കി, വിട്ടുമാറാത്ത പരാജയങ്ങളെ നോക്കി, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളെ നോക്കി അഭിഷേകത്തോടെ വിളിച്ചു പറ. അസാധ്യമായി ഒന്നുമില്ല.
അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. ആ ബോധ്യത്തോടെ പാടുകേ. അസാധ്യമായി യെസ്, ഒന്നുമില്ല, ആമേൻ. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. ഉറപ്പോടെ പറ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, ഒന്ന് വട്ടം കറങ്ങി, ഒന്ന് വട്ടം കറങ്ങി, എല്ലാവരും ഒന്ന് വട്ടം കറങ്ങി. എല്ലാവരും. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. അസാധ്യമായി ഒന്നുമില്ല, സകല കെട്ടുകളുമായി അസാധ്യമായി ഒന്നുമില്ല, അസാധ്യതകൾ സാധ്യതകളാകട്ടെ, അസാധ്യമായി അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ. അസാധ്യമായി കരങ്ങൾ ഒന്നുമില്ല. ഉയർത്തിയടിച്ച്. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. സാധ്യമേ, ഹല്ലേലൂയ. എല്ലാം സാധ്യമേ, ഓ, പവർ. യേശുവിനാൽ എല്ലാം സാധ്യമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന അഭിഷേകം, എല്ലാം സാധ്യമേ, സാത്താൻ കോട്ടകളെ തകർക്കുന്ന അഭിഷേകം, യേശുവിനാൽ എല്ലാം സാധ്യമേ. പ്രതിബന്ധങ്ങളെ വെട്ടിമുറിക്കുന്ന അഭിഷേകം. എല്ലാം സാധ്യമേ, യേശുവിനാൽ എല്ലാം സാധ്യമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. എന്റെ യേശുവിനാലെല്ലാം. സാധ്യമേ, ക്യാൻസർ നോക്കി നീ പറ, യേശുവിനാൽ എല്ലാം സാധ്യമേ. തലഭാഗം നോക്കി നീ ഒന്ന് പറഞ്ഞേ, യേശുവിനാൽ എല്ലാം സാധ്യമേ. തകർച്ചയെ നോക്കി നീ ഒന്ന് പറഞ്ഞേ, യേശുവിനാൽ എല്ലാം സാധ്യമേ. പരാജയത്തെ നോക്കി ഒന്ന് പറഞ്ഞേ. യേശുവിനാൽ എല്ലാം സാധ്യമേ. എന്റെ യേശുവിനെല്ലാം സാധ്യമാണ്. യേശുവിനാൽ എല്ലാം സാധ്യമേ. യേശുവിനാൽ, എല്ലാം സാധ്യമേ. എന്റെ യേശുവിനാൽ. എല്ലാം സാധ്യമേ. നല്ലൊരു തീപ്പൊരി കയ്യടി കർത്താവിന് കൊടുത്ത് കർത്താവെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ ജനത്തെ കരമുയർത്തി അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ശാന്തമായിട്ടിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുത പ്രവൃത്തി എൻ്റെ മനസ്സിലോട്ട് വരികയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ കൺവെൻഷന് വേണ്ടി ഒരു ദേശത്തേക്ക് കടന്നു ചെന്നു. കൺവെൻഷൻ 1-ാം ദിവസം പിന്നിട്ടപ്പോൾ ആ കൺവെൻഷൻ സംഘടിപ്പിച്ച സംഘാടകർ എന്നോട് പറഞ്ഞു, സഹോദര, ഇവിടുന്ന് അല്പം ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടൊരു ഭവനമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ആ കുടുംബത്തിൻ്റെ പ്രത്യേകത? അവരെന്നോട് പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഏകദേശം 57 വയസ്സ് കഴിഞ്ഞു. ദൈവം 3 മക്കളെ ഇവർക്ക് കൊടുത്തു. 2 പെൺകുഞ്ഞുങ്ങളും ഒരു ആൺകുഞ്ഞും. 5-6 വയസ്സ് വരെ ഈ പെൺകുട്ടികൾ ജീവിച്ചു. എന്നാൽ ഈ പ്രായത്തിൽ അവർ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോയി. 28 വയസ്സ് വരെ ആൺകുട്ടി ജീവിച്ചു. 28-ാമത്തെ വയസ്സിൽ ഈ ആൺകുട്ടി മരിച്ചുപോയി. 3 മക്കളും ഇവർക്ക് നഷ്ടപ്പെട്ടു. പ്രായം 60 കഴിഞ്ഞു, ഭാര്യയ്ക്ക് 57 കഴിഞ്ഞു. നാട്ടു നടപ്പനുസരിച്ച് ഒരു കുഞ്ഞുണ്ടാവേണ്ട സകല സാധ്യതയും അവസാനിച്ചു. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേകം ദമ്പതിമാരെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി, നിങ്ങൾക്ക് തലമുറകളെ നൽകുവാൻ മതിയായവനാണ് യേശു. മക്കളെ നൽകുവാൻ അവൻ സർവശക്തനാണ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് സംസാരിക്കുന്നത്. 3 മക്കൾ നഷ്ടപ്പെട്ടു. നാട്ടുകാരും വീട്ടുകാരും കൂടപ്പുറപ്പുകളൊക്കെ സഹതാപത്തോടെ അവരെ നോക്കി. എങ്കിലും പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഈ ദുരന്തം സംഭവിച്ചല്ലോ.
ഒരു കുഞ്ഞിനെ പോലും ദൈവം നൽകാതെ 3-നെയും കൊണ്ടുപോയല്ലോ. അനേകര് പരിതപിക്കാൻ തുടങ്ങി. എന്നാൽ ഈ കഠിന വേദനയുടെ നടുവിൽ ആ ദമ്പതികള് വിശ്വാസത്തോടെ പറഞ്ഞു, ശരിയാ, ഞങ്ങൾ 3 മക്കളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ഒരിക്കലും തെറ്റുപറ്റുകയില്ല. സയൻസിന് തെറ്റുപറ്റാം, എത്ര തെറ്റുപറ്റിയിരിക്കുന്നു. ഡോക്ടേഴ്സിന് തെറ്റുപറ്റാം, പറ്റിയിട്ടുണ്ടല്ലോ. നേഴ്സസിന് തെറ്റുപറ്റാം, എഞ്ചിനീയേഴ്സിന് തെറ്റുപറ്റാം, നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാം. എന്നാൽ സർവജ്ഞാനിയായ കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അവർ ഉറപ്പോടത് വിളിച്ചു പറഞ്ഞു. അനേകര് പറഞ്ഞു, പ്രായം ഇത്രയായില്ലേ, ഇനിയൊരു കുഞ്ഞിനെ വേണ്ടി കാത്തിരിക്കാതെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ പറഞ്ഞു. അവര് പറഞ്ഞു, ഇല്ല, അബ്രഹാമിനും സാറയ്ക്കും ഇസഹാക്കിന് നൽകുവാൻ കർത്താവ് ശക്തനാണെങ്കിൽ, ഇസഹാക്കിനും റബ്ബേക്കയ്ക്കും യാക്കോബിന് നൽകുവാൻ ദൈവം ശക്തനാണെങ്കിൽ, ഹന്നയ്ക്കും എൽക്കാനയ്ക്കും സാമുവേലിന് നൽകുവാൻ ദൈവം മതിയായവനാണെങ്കിൽ, എന്തിനെ പ്രായാധിക്യം കൊണ്ട് നിറഞ്ഞ സക്രിയായിക്കും എലിസബത്തിനും സ്നാപക യോഹന്നാന് നൽകുവാൻ കർത്താവ് മതിയായവനാണെങ്കിൽ, 60 കഴിഞ്ഞ 57 കഴിഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും തലമുറകളെ നൽകി അനുഗ്രഹിക്കുവാൻ മതിയായവനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ്, ഇതാണ് വിശ്വാസം. ചുമ്മാ വിശ്വസിക്കുന്നു 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 ഇങ്ങനെ പറയുന്നതാണ് വിശ്വാസം? ഇതാണ് വിശ്വാസം. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കർത്താവിനെ പ്രവർത്തിക്കാൻ പറ്റും. അവർ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ആ സമയത്ത് അവർ വിശ്വസിച്ചു. ഈ ഒരു വിശ്വാസത്തിന് ഉറപ്പിലേക്ക് പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലെ സഭാമക്കളെ വിളിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവരൊരുമിച്ച് കൈകൾ കോർത്ത് പറഞ്ഞു, അബ്രഹാമിന്റെ ദൈവമേ, ഞങ്ങൾക്ക് തലമുറകളെ നൽകണമേ. ഇസഹാക്കിന്റെ ദൈവമേ, തലമുറകളെ നൽകണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല. വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റും. 8 മാസേ കഴിഞ്ഞുള്ളൂ. 58 വയസ്സ് പ്രായമായ ഈ സഹോദരി കർത്താവിന്റെ മഹാകരുണയാൽ ഗർഭിണിയായിരിക്കുന്നു. കണ്ടവരും കേട്ടവരൊക്കെ അത്ഭുതപ്പെട്ടേ, എന്നാ ഇത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതമല്ല പ്രിയപ്പെട്ടവരെ. 2 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു. 9-ാം മാസത്തിൽ ഈ സഹോദരി പ്രസവിച്ചു. ആ ഒരൊറ്റ പ്രസവത്തിൽ 3 ആൺകുട്ടികൾ. ഇത് വെച്ചുകെട്ടി നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ വേണ്ടി പറയല്ല. ഞാൻ ആ വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെ കണ്ടു. എൻ്റെ ദൈവമേ, നമ്മുടെ കർത്താവ് എത്ര വലിയവനാ പ്രിയപ്പെട്ടവരെ. ഇന്ന് സഭയുടെ അനുഗ്രഹങ്ങളായി കർത്താവ് ആ മക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതാ യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. 4-മത്, വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് ഉയർന്ന വിജയം നൽകുന്നു. ഇന്ന് ജീവിതം മുഴുവൻ പരാജയമായി മാറിയ 10,000 നമ്മുടെ മധ്യയുണ്ട്. ചിലർ കരഞ്ഞുകൊണ്ട് പറയും, സഹോദര, തൊടുന്നത് മുഴുവൻ പരാജയമാണ്. കുടുംബ ജീവിതത്തിൽ പരാജയം, ഡിവോഴ്സിന് വേണ്ടി ഒരുങ്ങുകയാണ്, ജോലിയിൽ പരാജയം, ബിസിനസ്സോ അതും പരാജയം, ആത്മീയ ജീവിതത്തിലും പരാജയം, കൃഷിയിലും പരാജയം. പാപി ചെന്നോളം പാതാളം എന്നും പറഞ്ഞ് ഇതിന്റെ ഗതികേടാണല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. സഹോദര, നീ അതിൽ ഒരുവനാണോ? സഹോദരി, നിന്റെ കുടുംബം ഈ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണോ? എന്താ പരിശുദ്ധാത്മാവിന് നിന്നോട് പറയാനുള്ളത്? വിശ്വസിക്കുന്നവരിൽ, കർത്താവിനെ ആശ്രയിക്കുന്നവരിൽ, അവിടുത്തെ മുറുകെ പിടിക്കുന്നവരിൽ അവൻ ഉന്നതമായ വിജയം നൽകുന്നു. ദാവീദിന്റെ ജീവിതത്തിലൂടെ ഈ സന്ദേശം കർത്താവിന്റെ ആത്മാവ് തരികയാണ്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 17-ാം അധ്യായം 45-ഉം 46-ഉം തിരുവാക്യങ്ങൾ. അവിടെ ബാലനായ ദാവീദിനെ കണ്ടപ്പോൾ ഫിലിസ്ത്യ മലനായ ഗോലിയാത്തിന് പുച്ഛം തോന്നി. ഗോലിയാത്ത് പറഞ്ഞു, എടാ ചെറുക്ക,
നീ ഒരു വടിയുമായി എന്നെ നേരിടാൻ വരാൻ ഞാനൊരു പട്ടിയാണോ? അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്റെ മാംസം ഞാൻ പക്ഷികൾക്കും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദാവീദിൽ അങ്ങ് കത്തുവാൻ തുടങ്ങി. അവൻ ആത്മനിറവോടെ വിളിച്ചു പറഞ്ഞു, നീ വാളും കുന്തും ചാട്ടുളിയുമായി എന്നെ നേരിടാൻ വരുന്നു. എന്നാൽ നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഞാൻ വരുന്നത്. എന്റെ കർത്താവ് ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാണ് വിശ്വാസത്തിന്റെ ഉറപ്പ്. ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് എന്താ പറയാനുള്ളത്? ഈ വചനം കേട്ട് കൊള്ളാൻ നന്നായിരിക്കുന്നു പറഞ്ഞ് പോകാനാണോ? ആണോ? നീ വിശ്വാസത്തിന്റെ ആഴത്തിലോട്ട് വരണം. നീ വിശ്വാസത്തിൽ അടിയുറയ്ക്കണം. തല പോകുന്നൊരു പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ കർത്താവിന് കഴിയും. ഇനി പരിഹരിച്ചില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ വിശ്വാസം വിട്ടുകളയുകയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനാ ഈ മെസ്സേജ് പരിശുദ്ധാത്മ കേൾപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് ചുമ്മാ ഇമോഷണലായി പറഞ്ഞതല്ല, ദൈവം അതുപോലെ ചെയ്തു. വെറും ടീനേജറായ ദാവീദിലൂടെ ആ മലനെ കർത്താവ് പരാജയപ്പെടുത്തി. ദാവീദിന്റെ ശുശ്രൂഷയിലൂടെ പഴയ നിയമസഭയ്ക്ക് അത്ഭുതകരമായ വിജയം കർത്താവ് നൽകി. കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് വേണ്ട വിജയമുണ്ട്. സെഫാനിയായുടെ പുസ്തകം 3:17 അതാ നമ്മെ പഠിപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നമുക്ക് വിജയം നൽകുന്നത് നമ്മുടെ മണി പവർ അല്ല പ്രിയപ്പെട്ടവരെ, പണമല്ല. നമുക്ക് വിജയം നൽകുന്നത് നമ്മുടെ മസിൽ പവർ ആണോ? എന്തോരുണ്ട് ഈ മസില്? എന്തോരുണ്ട് ഈ മസില്? ചെസ്റ്റിലൊരു വേദന വരുന്നു, അതോടുകൂടി ഇതാ മറിഞ്ഞു വീഴുന്നു. 10 മിനിറ്റിനുള്ളിൽ ആള് ഇത്രയുള്ള മസിൽ കേട്ടോ, ഇത്രയുള്ള മസില്. നമുക്ക് വിജയം നൽകുന്ന നമ്മുടെ ബ്രെയിൻ പവർ ആണോ? നമ്മുടെ പൊളിറ്റിക്കൽ പവർ ആണോ? അല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യേ കർത്താവുണ്ട്. ഇതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ അനുജത്തിയുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചൊരു അനുഭവം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. അവൾ +2 പഠിക്കുന്ന സമയത്ത് സുവിശേഷം കേട്ട് അവളുടെ ജീവിതം അവൾ യേശുവിനായി സമർപ്പിച്ചു. അവൾ ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം അവൾ സുവിശേഷ വേലയിലായിരുന്നു. അവൾ കർത്താവിൻ്റെ വേലയ്ക്കായി ഞങ്ങളൊപ്പം യാത്ര ചെയ്യുമായിരുന്നു. അവളുടെ ഫ്രണ്ട്സ് അവളോട് ചോദിച്ചു, നീ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് നടന്നാൽ നിന്റെ ഭാവി എന്താകും? നിന്റെ ജീവിതം എന്താകും? നീ ഇങ്ങനെ പഠനത്തിൽ ഉഴപ്പരുതെന്ന് പറഞ്ഞ് അവളുടെ സുഹൃത്തുക്കളും അനേകർ അവൾ ഉപദേശിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിക്കും, എൻ്റെ കർത്താവ് എനിക്ക് വിജയം നൽകും. അന്ന് അവൾ പറഞ്ഞ വാക്കുകൾ അനേകർക്ക് ഭോഷത്വമായിട്ട് തോന്നി, മണ്ടത്തരമായിട്ട് തോന്നി. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വചനം കേൾപ്പിക്കാതെ നമ്മുടെ മക്കളെ ഫിസിക്സ് പഠിപ്പിച്ചാൽ, ബയോളജി പഠിപ്പിച്ചാൽ, കർത്താവിൻ്റെ വചനം കൊടുക്കാതെ നമ്മുടെ മക്കളെ സയൻസും ബയോളജിയും ലിറ്ററേച്ചറും പഠിപ്പിച്ചാൽ നമ്മുടെ മക്കളുടെ നിത്യത നരകത്തിലാകും. മറന്നു പോകരുത്. അവൾ പറഞ്ഞു, കർത്താവ് എനിക്ക് വിജയം തരും. അനേകരത് ഭോഷത്വമായി കരുതി. 3 വർഷങ്ങൾ പിന്നിട്ടു. പ്രിയപ്പെട്ടവരെ, BSc മാത്തമാറ്റിക്സ് റിസൾട്ട് വന്നു. MG യൂണിവേഴ്സിറ്റിയിൽ, ക്യാമ്പസിലല്ല, യൂണിവേഴ്സിറ്റിയിൽ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ BSc മാത്തമാറ്റിക്സിന് 1ാം റാങ്ക് നൽകി എൻ്റെ അനുജത്തിയെ കർത്താവ് അനുഗ്രഹിച്ചു. ഞാൻ ഈ അനുഭവം പറഞ്ഞത് എൻ്റെ അനുജത്തിക്ക് റാങ്ക് കിട്ടിയെന്ന് നിങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയല്ല കേട്ടോ. അല്ല, വിശ്വസിക്കുന്നവരിൽ ദൈവം ചെയ്യുന്ന വിജയം. പത്രങ്ങളിലൊക്കെ വലിയ വാർത്ത, റാങ്കിന്റെ പൊൻതിളക്കവുമായി, വചനവേദിയിൽ നിന്ന് റാങ്കിന്റെ പൊൻതിളക്കവുമായി. പ്രിയപ്പെട്ടവരെ, അവൾ പിന്നീട് MScക്ക് ചേർന്നു. അവൾ PG പഠിച്ചു. ആ സമയത്ത് സുവിശേഷ വേലയിൽ ഞങ്ങളൊപ്പം വരികയാണ്. PGക്കും MScക്കും കർത്താവ് റാങ്ക് നൽകി അവളെ അനുഗ്രഹിച്ചു. BScക്കും റാങ്ക്, MScക്കും റാങ്ക്. വിമർശിച്ചവരുടെ, കളിയാക്കിയവരുടെ കർത്താവ് അടച്ചു കളഞ്ഞു. അതാണ്
അപ്പോസ്തല പ്രവർത്തനം 13:41 നമ്മോട് പറയുന്നത്, നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തി. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് 3 ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്തേ. നമ്മുടെ കർത്താവ് പ്രവൃത്തികളിൽ വലിയവനാണ്. പരാജയത്തിന്റെ ഭീതിയിൽ അടിക്കടിക്കുണ്ടാകുന്ന പരാജയം മൂലം നട്ടം തിരിയുന്ന ആയിരങ്ങളോട് എന്താ കർത്താവിന് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? നിന്റെ പരാജയങ്ങളെ വിജയമാക്കുവാൻ എനിക്ക് കഴിയും. നീ വിശ്വസിക്കണം, നീ അനുതപിക്കണം, നീ മാനസാന്തരപ്പെടണം, നിന്റെ പാപ വഴികൾ നീ വിട്ടുകളയണം, നീ കർത്താവിലേക്ക് തിരിയണം. എങ്കിൽ അത്ഭുതങ്ങൾ 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 കാണാം. അനുഭവം കൊണ്ട് പങ്കുവെക്കുക പ്രിയപ്പെട്ടവരെ. അഞ്ചാമതായി വിശ്വസിക്കുന്നവരിൽ ആത്മപകർച്ചയുണ്ടാകുന്നു. പരിശുദ്ധാത്മാവിന്റെ പകർച്ച, കൃപാവരങ്ങളുടെ പകർച്ച. അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം 17-ാം വചനത്തിൽ പത്രോസ്ലീഹ പറയുകയാണ്, തൻ്റെ കൂടെയുള്ള സഭാ സമൂഹത്തെ നോക്കി, നമ്മൾ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നമുക്കെന്നതുപോലെ തന്നെ അവരും യേശുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. ഇത് കൊർന്നേലിയൂസിന്റെ വീട്ടിൽ നടന്ന ഒരു വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. വിജാതിയുടെ പെന്തക്കുസ്ത എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോസ്തല പ്രവർത്തനം 10:44 ഈ വചനം കാണാം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിശ്വാസത്തോടെ ആരൊക്കെ വചനം കേൾക്കുന്നുവോ അവരുടെ മേൽ ആത്മപകർച്ചയുണ്ടാകുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ അകത്ത് ഒരു പ്രകാശം തരുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ മേൽ അഭിഷേക പകർച്ചയുണ്ടാവുകയാണ്. വർഷങ്ങളായി പിശാച് കെട്ടിവെച്ച ചില ബന്ധന കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന ചില ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ആയിരങ്ങളെ ആത്മാവ് വിമോചിപ്പിക്കുകയാണ്. ഒരു ആത്മപകർച്ച, അഭിഷേക പകർച്ച, വചനത്തിന്റെ പകർച്ച, ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച. എഫെസോസ്കാർക്കുള്ള ലേഖനം 1:13 നമുക്ക് വീണ്ടും കാണാം. സുവിശേഷം കേട്ട് നമ്മൾ വിശ്വസിച്ചപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിൽ നമ്മെ മുദ്ര ചെയ്തു. വിശ്വസിക്കുന്നവർക്ക് ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നു, കൃപാവരങ്ങളുടെ പകർച്ചയുണ്ടാകുന്നു. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഡേവിഡ് ഏണസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ മിഷണറി പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രത്യേക ഗോത്രവർഗം ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ മാതൃഭാഷയല്ലാതെ വേറെ ഒരു ഭാഷ അവർക്ക് അറിയത്തില്ല. അവിടെ ഒരു ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പകർച്ച ആ സമൂഹത്തിലേക്ക് കർത്താവ് ചൊരിയുകയാണ്. അവർ വിവിധ ഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ആ കൂട്ടായ്മയിലുള്ള ഏതാനും ചില വ്യക്തികൾക്ക് ഒരു മെസ്സേജ് കർത്താവ് കൊടുക്കുകയാണ്. ഈ ഗ്രൂപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ മൂപ്പൻ, അവരുടെ ലീഡർ, അദ്ദേഹത്തിന്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് അക്ഷരജ്ഞാനമില്ല, എഴുത്തും വായന അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. എന്നാൽ കർത്താവിന്റെ ശബ്ദം കേട്ട് ഇവർ തങ്ങളുടെ ലീഡറുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സിയോൻ മാളികയിലേക്ക് ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ആ സമൂഹത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങി. ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ആ വ്യക്തിയുടെ മേൽ അഭിഷേകത്തിന് പകർച്ചയുണ്ടായി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷിന്റെ ABCD അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. ആ ഗോത്രത്തിന്റെ മാതൃഭാഷയല്ലാതെ ആ മനുഷ്യന് വേറെ ഒരു ഭാഷയും അറിയില്ല. അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഈ മിസ്റ്റർ പിന്നീട് പറയായിരുന്നു, പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിൽ സുവിശേഷം പ്രഘോഷിക്കുന്നു. നീ വിശ്വസിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളിൽ ആത്മാവിന്റെ പകർച്ചയുണ്ടാകും. മാതാപിതാക്കളെ, നിങ്ങളുടെ വിശ്വാസത്തിന് വലിയ ശക്തിയുണ്ട്. മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന പല മാതാപിതാക്കളെയും കാണുന്നു. ഇങ്ങനെ പോയാൽ എൻ്റെ മകള് എന്താകും, എൻ്റെ മകൻ എന്താകും, അവരുടെ പഠനം, അവരുടെ ഭാവി എന്താകും, ഇപ്രകാരം വ്യാകുലപ്പെടുന്ന ചില ജീവിതങ്ങളെ കർത്താവ് കാണുന്നുണ്ട്.
പ്രിയ പേരൻസ്, നിങ്ങളുടെ വിശ്വാസത്തിനെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അഭിഷേകത്തിന്റെ പകർച്ചയെ കൊണ്ടുവരാൻ കഴിയും. ആത്മാവിന്റെ പകർച്ചയെ കൊണ്ടുവരാൻ കഴിയും. ഇത് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കണം. ഇത് പൂർണ്ണമായി നിങ്ങൾ ഏറ്റെടുക്കണം. പൂർണ്ണമായി നിങ്ങൾ ഏറ്റെടുക്കണം. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. അത്ഭുതങ്ങൾ ചെയ്യും. ഒരിക്കൽ മറ്റൊരു മിഷണറി പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുക. അദ്ദേഹത്തിന് 5 മക്കളാണ്. അതിൽ 2ാമത്തെ മകള് അവള് ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞായിരുന്നു. അവൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല. അധ്യാപകർ പറഞ്ഞു, ഇനി കുഞ്ഞിനെ ഇങ്ങോട്ട് വിടണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവളൊരു ബുദ്ധൂസാണ്. 7ാം ക്ലാസ് വരെ കുഞ്ഞ് കഷ്ടിമുഷ്ടി പഠിച്ചു. ഇവർ വീട്ടിൽ വന്ന് ഈ കുഞ്ഞിനെ തങ്ങളുടെ ഭവനത്തിലിരുത്തി അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവർ പ്രാർത്ഥിച്ചു, കർത്താവേ, പരിശുദ്ധാത്മാവോട് ഞങ്ങളെ മകളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ മകളെ അഭിഷേകം ചെയ്യണമേ, ജ്ഞാനത്തിന്റെ ആത്മാവായി, ബുദ്ധിയുടെ ആത്മാവായി ഞങ്ങളുടെ മകളിൽ നിറയണമേ, നിറയണമേ, നിറയണമേ. ആ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ 10ാം ക്ലാസ് കഷ്ടിമുഷ്ടി ഇവള് വിജയിച്ചു. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഇന്ന് അവള് ഓട്ടിസം ബാധിച്ച് മന്ദബുദ്ധിയായിരുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ അവൾ ഇന്ന് വിദേശ രാജ്യത്ത്, ഇന്ത്യക്ക് വെളിയിൽ മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു വലിയ മനോരോഗ വിദഗ്ധയായി കർത്താവ് അവളെ ഉയർത്തി. പ്രിയ മാതാവേ, പിതാവേ, നീ വിശ്വാസത്തോടുകൂടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകത്തിന്റെ പകർച്ചയുണ്ടാകുന്നു, ആത്മപകർച്ചയുണ്ടാകുന്നു. വിശ്വസിക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ കേട്ടത്. വിശ്വസിക്കുക. ഒരിക്കൽ കൂടെ നമുക്ക് ഹൃദയം തുറന്ന് ശബ്ദമുയർത്തി പറയാം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ ആത്മപകർച്ച നമ്മെ നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്, നിത്യമായ ജീവിതം. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നമുക്ക് നൽകാനുള്ള ഏറ്റവും ശക്തമായ മെസ്സേജ് ഇതാണ്: ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ട്, ഒരു നിത്യത നമുക്കുണ്ട്. ആ നിത്യതയുടെ തണലിൽ നാം ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിത്യജീവന്റെ പ്രത്യാശ കൊടുക്കണം. നമ്മുടെ തലമുറയ്ക്ക് നിത്യജീവന്റെ പ്രത്യാശ കൊടുക്കണം. നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ ഈ ജീവന്റെ പ്രത്യാശയിൽ വളരണം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാരണം നിന്റെ വിശ്വാസ യാത്രയിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ തനിച്ചല്ല, കർത്താവ് കൂടെയുണ്ട്. ഈ ബോധ്യത്തോടെ ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയെ വ്യാപരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് നേരെ കർത്താവ് ഉലാത്തുകയാണ്. കരമുയർത്തി അവൻ അനേകരെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങി നിലവിളിക്ക്, കർത്താവേ, ഈ വിശ്വാസയാത്രയിൽ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എന്റെ കുടുംബത്തിന്റെ വിശ്വാസം, എന്റെ തലമുറയുടെ വിശ്വാസം. പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കല്ല. കർത്താവിന്റെ വാളെ എല്ലാ പ്രതിബന്ധങ്ങളെ വെട്ടിമുറിക്കണമേ. കർത്താവിന്റെ സൈന്യമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, എല്ലാവരും കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ വിളിക്ക്. ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ, പെരുവെള്ളത്തിന് ഇരമ്പലോടെ നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിലേക്ക്, നമ്മുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക്, നമ്മുടെ നിരാശകളിലേക്ക്, നമ്മുടെ കഷ്ടതകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന സകല പരാജയങ്ങളിലേക്കും കർത്താവിനെ വിളിക്ക്. ഇത് അനുഗ്രഹത്തിന്റെ നദിയായി, കൃപയുടെ നദിയായി, സൗഖ്യത്തിന്റെ നദിയായി, അത്ഭുതത്തിന്റെ നദിയായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകുന്നു. കരമുയർത്തി, സ്വരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ. അത്ഭുതത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ ലോകരാജ്യങ്ങളിൽ പ്രവർത്തിക്കണമേ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ പ്രവർത്തിക്കണമേ. അമേരിക്കയിലിരുന്ന്, യൂറോപ്പിലിരുന്ന്, ഇന്ത്യയിലിരുന്ന്, കേരളത്തിലെ പല ഭാഗങ്ങളിലിരുന്ന്, ആഫ്രിക്കയിലിരുന്ന്, ഓസ്ട്രേലിയയിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ കണ്ണീര് കണ്ട് അത്ഭുതങ്ങൾ ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നു.
അനേകം ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു. മക്കളില്ലാത്ത ദമ്പതികളിലേക്ക് കർത്താവ് തലമുറകളെ നൽകുന്നു. സാമ്പത്തിക കടബാധ്യതകൾ ഉള്ളവരിലേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച്, ശക്തിയോടെ കരമടിച്ച് അടുത്ത് നിൽക്കുന്ന വ്യക്തി നോക്കി പറഞ്ഞ്, നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പരസ്പരം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കർത്താവ് നിന്റെ കൂടെയുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. യേശുവേ, I believe. വിശ്വസിക്കുന്ന കർത്താവേ, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ ഒന്ന് പരസ്പരം പറഞ്ഞു പാടിക്കേ. ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. യേശുവേ, നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കരങ്ങൾ ഉയർത്തിയടിച്ച് കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ. ഒന്ന് ഉറപ്പോടെ വിളിച്ചു പറഞ്ഞേ, സകല ആകുലങ്ങളെ വിട്ടുകളഞ്ഞ് അഭിഷേകത്തോടെ നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. യേശു നിന്റെ കൂടെയുണ്ട്. കർത്താവ് തന്റെ സകല നന്മകളാലും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലോർഡ് ബ്ലെസ്, അനോയിന്റ് ഇൻ ജീസസ് നെയിം. ആമേൻ. സകല മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുത്ത് നല്ലൊരു തീപ്പൊരി കൈയടി ഈശോയ്ക്ക് കൊടുത്ത് നല്ലൊരു തീപ്പൊരി കൈയടി. ഹല്ലേലൂയ, ഹല്ലേലൂയ.